നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, എത്ര പ്രയത്നിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഈശ്വര കൃപ കിട്ടുന്നില്ലെന്ന് പല മക്കളും പരാതി പറയാറുണ്ട്. ഈശ്വര കൃപ എപ്പോഴും നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അഹങ്കാരവും സ്വാർത്ഥതയുമാകുന്ന ചിറകെട്ടി ആ കൃപയെ തടയുന്നത് നമ്മൾ തന്നെയാണ്. ഭൂമിയുടെ ആകർഷണ പരിധി വിട്ടു പുറത്തു പോകാൻ കഴിയാത്ത ഉപഗ്രഹത്തിനെ പോലെയാണ് ഇന്ന് നമ്മുടെ സ്ഥിതി. ഈ ഉപഗ്രഹത്തിന് ഭൂമിയുടെ ആകർഷണ വലയത്തിനപ്പുറം പോകുവാൻ ബൂസ്റ്റർ റോക്കറ്റുകളുടെ സഹായം ആവശ്യമാണ്. അഹങ്കാരത്തിനെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റുകളാണ് ജ്ഞാനവും ഭക്തിയും. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടെയാണ് നമ്മൾ ഏതൊരു കർമ്മവും ചെയ്യുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഞാൻ ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്ന നിസ്സാര പ്രവൃത്തികൾ പോലും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഈശ്വര കൃപ ഒന്നുകൊണ്ടു മാത്രമാണ്. കോട്ടുവാ ഇടുവാൻ വാ തുറന്നാൽ അത് അടയ്ക്കണമെങ്കിൽ അത് നിയന്ത്രിക്കുന്ന മാംസപേശികളും മറ്റും ശരിയായി പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ വാ അടക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഒന്നും പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ വീടിൻ്റെ 1-ാം നിലയിൽ നിന്ന് പടിയിറങ്ങി താഴേക്ക് വരുന്നതിനിടയിൽ "ഒന്ന് നിൽക്കൂ, ഞാനിതാ താഴെ എത്തി" എന്ന് കൂട്ടുകാരനോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ 4-5 പടികൾ ഇറങ്ങിയപ്പോഴേക്കും അയാൾ ഹൃദയാഘാതം മൂലം മരിച്ചുപോയി. അടുത്ത ശ്വാസം പോലും നമ്മുടെ ഇല്ലെന്നാണ് ഇത് കാണിക്കുന്നത്. ഈശ്വരന്റെ ശക്തിയാണ് നമ്മെ നയിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി അവിടുത്തെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. അവിടുന്ന് ചെയ്യിക്കുന്നു, അവിടുത്തെ ശക്തി കൊണ്ട് ചെയ്യുന്നു എന്ന ഭാവം നമുക്കുണ്ടാകണം. അമ്മ ഒരു കഥ ഓർമ്മിക്കുന്നു. വിശ്വാമിത്രൻ വലിയ തപസ്വിയായിരുന്നു. വസിഷ്ഠ മഹർഷിയേക്കാൾ കേമനായി തീരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേയൊരാഗ്രഹം. എല്ലാവരും വിശ്വാമിത്രനേക്കാൾ വസിഷ്ഠനെയാണ് ബഹുമാനിച്ചിരുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും വിശ്വാമിത്രന് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ദേഷ്യവും അമർഷവും അസൂയയും കൊണ്ട് കലുഷമായി. ബ്രഹ്മാവിനെ നേരിൽ കണ്ട് തൻ്റെ സംശയം തീർക്കാമെന്ന് കരുതി ഒരു ദിവസം വിശ്വാമിത്രൻ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു: "ഞാൻ എത്രയോ കാലം കഠിന തപസ് ചെയ്തു. തപശക്തി ഒന്നുകൊണ്ടു മാത്രം ത്രിശങ്കുവിന് വേണ്ടി 2ാമതൊരു സ്വർഗം വരെ ഞാൻ സൃഷ്ടിച്ചു. എന്നിട്ടും എല്ലാവരും വസിഷ്ഠനെയാണ് എന്നേക്കാൾ അധികം ആദരിക്കുന്നത്. ഇതിനെന്താണ് കാരണം?" ബ്രഹ്മാവ് പറഞ്ഞു: "വസിഷ്ഠനെയും കൂട്ടി അനന്തന്റെ അടുത്ത് പോകുക. അനന്തൻ നിന്റെ സംശയം തീർക്കും. അനന്തൻ എന്ന നാഗമാണ് ഭൂമിയെ താങ്ങുന്നത്." വിശ്വാമിത്രൻ അനന്തനെ കണ്ട് കാര്യങ്ങളെല്ലാം വിവരിച്ചു. അപ്പോൾ അനന്തൻ വിശ്വാമിത്രനോട് പറഞ്ഞു: "ഞാൻ ഭൂമിയുടെ ഭാരം താങ്ങി തളർന്നിരിക്കുകയാണ്. സ്വല്പനേരത്തേക്ക് ഇതിനെ ഒന്ന് പിടിക്കൂ. ഭൂമിയെ എടുക്കുന്നത് എനിക്കൊരു പുൽക്കൊടി പൊക്കുന്നത് പോലെയേ ഉള്ളൂ" എന്നു പറഞ്ഞും കൊണ്ട് വിശ്വാമിത്രൻ ഭൂമിയെ കയ്യിലെടുക്കാൻ തുനിഞ്ഞു. അനന്തൻ വിശ്വാമിത്രന്റെ കൈകളിലേക്ക് ഭൂമിയെ വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഭാരം താങ്ങാനാവാതെ വിശ്വാമിത്രൻ മറിഞ്ഞു വീണു, ബോധരഹിതനായി. കുറച്ചു നേരം കഴിഞ്ഞു വിശ്വാമിത്രന് ബോധം തെളിഞ്ഞു. അപ്പോൾ അനന്തൻ വസിഷ്ഠനോട് കുറച്ചു നേരം ഭൂമിയെ താങ്ങാൻ ആവശ്യപ്പെട്ടു. ഏതൊരു ശക്തി കൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്, ഏതൊരു ശക്തിയാണോ എന്നെ നയിക്കുന്നത്, എന്നെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നതും, ആ ശക്തി തന്നെ ഇത് താങ്ങട്ടെ എന്ന് പറഞ്ഞും കൊണ്ട് വസിഷ്ഠൻ വളരെ വിനയത്തോടെ കൈ രണ്ടും നീട്ടി. യാതൊരു വിഷമവും കൂടാതെ ഭൂമിയെ താങ്ങുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതു കണ്ട് വിശ്വാമിത്രൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ അനന്തൻ പറഞ്ഞു: "വിശ്വാമിത്ര, തപശക്തിയിൽ അങ്ങ് ആർക്കും പിന്നിലല്ല.
പക്ഷേ ഞാൻ ചെയ്യുന്നു എന്ന ഭാവമുണ്ട്. എന്നാൽ വസിഷ്ഠനാകട്ടെ ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എന്ന ബോധത്തോടെയാണ് എന്തും ചെയ്യുന്നത്. അതു തന്നെയാണ് വസിഷ്ഠന്റെ മഹത്വവും. വസിഷ്ഠനെ എല്ലാവരും ആദരിക്കാനും അതാണ് കാരണം. മക്കളെ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിനും കാരണം നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയുമാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം പോയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സുഖവും ശാന്തിയും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. വിത്തിൻ്റെ പുറന്തോട് പൊട്ടിയാൽ മാത്രമേ അത് മുളച്ചു ഭാവിയിൽ എല്ലാവർക്കും തണലേകുന്ന ഒരു മഹാവൃക്ഷമായി വളരുകയുള്ളൂ. അതുപോലെ നമ്മുടെ അഹങ്കാരമാകുന്ന തോട് പൊട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വര കൃപയ്ക്ക് പാത്രമാകാനും പൂർണ്ണമായി വളരാനും സാധിക്കൂ. ഹരി ഓം നമഃ ശിവായ.